നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാവുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി നല്ല മധുരമുള്ള കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 10 മുതൽ 12 പീസ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലെ സീഡ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഏതാണോ നമുക്ക് എളുപ്പമായിട്ടുള്ളത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അടുത്തായിട്ട് കുറച്ച് നാളികേരം ആവശ്യമായിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് നാളികേരമാണ് എടുത്തേക്കുന്നത്. കാരണം ചക്കപ്പഴം വളരെ കുറവല്ലേ. അപ്പോൾ ചക്കപ്പഴം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നാളികേരത്തിൻ്റെ അളവും കൂടുതലെടുക്കണേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലും എടുക്കാനായിട്ടുണ്ട്. 1.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലും റെഡിയാക്കി വയ്ക്കുക. അങ്ങനെ രണ്ടാം പാലും ഒന്നാം പാലും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒന്നാം പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് നമ്മളിപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ്. നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ അതും കൂടി മിക്സാക്കി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്നാം പാല് ഒഴിക്കുന്ന സമയത്ത് അരിപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചാലും മതിയാവും. ഇങ്ങനെ ഒന്നാം പാലും അരിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കും. ഇനി അടുത്തായിട്ട് ഫ്ലെയിം ഒന്ന് മിഡിലാക്കിയതിന് ശേഷം പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നെയ്യ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണേനെക്കാട്ടിലും നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതുപോലെ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഒത്തിരി അങ്ങ് പഴുത്തു പോയ ചക്കപ്പഴം എടുക്കരുതേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചക്കപ്പഴമാണ് എടുക്കാനായിട്ടുള്ളത്. അതായത് വരിക്കച്ചക്കയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. കൂഴച്ചക്ക എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് പഴുത്ത് ഉടഞ്ഞു പോകുന്ന ഒരു ചക്കയല്ലേ. അപ്പോൾ ഇതുപോലെ വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 മുതൽ 8 മിനിറ്റ് ഇതുപോലെ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒത്തിരി അങ്ങ് ലോ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ചക്ക സീസണാണ്, ചക്ക ധാരാളം കിട്ടുന്നൊരു സമയമാണ്. അപ്പം പഴുത്ത ചക്ക വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും ചക്കപ്പഴം തയ്യാറാക്കാറുണ്ട്, ചക്ക വെച്ചിട്ട് അട തയ്യാറാക്കാറുണ്ട്, പിന്നെ ചക്ക വരട്ടിയതൊക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ. ചക്കപ്പഴം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ചക്കപ്പഴത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇത് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചക്കപ്പഴം പാനിൽ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കണം. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കപ്പഴം ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര ചെറുതായിട്ടൊന്ന് കാരമലൈസ് ചെയ്യണം, അതായത് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ച് ലോയിൽ വെച്ചിട്ട് വേണം പഞ്ചസാര ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടില്ല. ഈ നമ്മൾ ചേർത്ത ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തല്ലോ, 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേ പഞ്ചസാരയുടെ കളറുണ്ടോ ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയാവും. കൂടുതലായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചേക്കുന്ന ചക്കപ്പഴം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ചക്കപ്പഴവും കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ശർക്കര പാനി 1-2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതായത് മധുരം അനുസരിച്ച് ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കളർ കുറച്ചുകൂടി ഡാർക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ ഏതാണോ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഇപ്പോൾ ലോ ടു മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ടാം പാനിൽ കിടന്ന് ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം, അതായത് സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതായത് നെയ്യും ആ ഒരു തേങ്ങാപ്പാലും ചക്കപ്പഴം കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെസിപ്പി. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ.
നേന്ത്രപ്പഴം വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ചക്കപ്പഴമാണ് ചേർക്കുന്നത്, ചക്കപ്പഴത്തിന് പകരം ഇതേപോലെ തന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചുക്കുപൊടി ചേർക്കണം നിർബന്ധമില്ല, ഞാനിപ്പോൾ ചക്ക ആയതുകൊണ്ടാണ് കുറച്ച് ചുക്കുപൊടി ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, പക്ഷേ ഏലക്കപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണേ. ഈ 2 പൊടികളും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലിപ്പോൾ ചക്കപ്പഴം ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചക്കപ്പഴവും കൂടി കടിക്കാനായിട്ട് കിട്ടും. ഇനിയും ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് 1-ാം പാലാണ് ചേർക്കാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ 1-ാം പാലിൽ കുറച്ച് അരിപ്പൊടി മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ, ചിലപ്പോൾ അരിപ്പൊടി താഴെ തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാലായതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം തീരെ സിമ്മിൽ തന്നെ വെക്കണേ. ഇതിലിപ്പോൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു ഏലക്കപ്പൊടിയുടെയും ചുക്കുപൊടിയുടെയൊക്കെ നല്ലൊരു മണമാണ്. ഇത് ഒന്നുകിൽ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് പറയട്ടെ, ഒന്നുകിൽ നമുക്ക് വെള്ളയപ്പം, ഇടിയപ്പം, പുട്ടിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കണ്ട കേട്ടോ, ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ എറൗണ്ട് ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. ഈ സമയം മധുരം നോക്കുക. മധുരം കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ മധുരമൊന്നും ചേർക്കുന്നില്ല, പാകത്തിനുള്ള മധുരമാണ്. ഈ ഒരു സ്റ്റേജ് മതിയാവും, ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കണ്ട. ഫ്ലെയിം ഓഫ് ആക്കുക. ചൂടോടെ തന്നെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചക്കപ്പഴം കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും. ഇത് ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ട് തണുത്തപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, അപ്പവും ചക്കപ്പഴം കറിയും. ഇതിൽ ചെറിയ മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇത് ഇടിയപ്പം, അപ്പത്തിനൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.